ഇന്ന് ഞങ്ങളുടെ യാത്ര ദുബായ് മോൾ, ബുർജ് ഖലീഫ, അക്വേറിയം എന്നിവ കാണാനാണ്. പാലിക്കേണ്ട സമയക്രമത്തെപ്പറ്റി ഗൈഡ് പറഞ്ഞു തന്നു. പാർക്കിംഗ് ഏരിയയുടെ മനോഹാരിത ആരും ഒരു നിമിഷം നോക്കി നിന്നു പോകും. ദുബായിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ് ദുബായ് മോൾ. ബുർജ് ഖലീഫയോട് ചേർന്നുള്ള ഡൗൺ ടൗൺ ദുബായ് എന്നറിയപ്പെടുന്ന സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ഈ മോൾ. 1200-ലധികം കടകൾ ഉൾപ്പെടുന്നു. ഓരോ വർഷവും 54 ദശലക്ഷത്തിലധികം വിസിറ്റേഴ്സാണ് ഇവിടെ എത്തുന്നത്. 50-ലധികം ഫുട്ബോൾ ഗ്രൗണ്ടുകൾക്ക് തുല്യമാണ് ഇതിൻ്റെ അടിത്തറയുടെ വിസ്തീർണം. 22 സിനിമാ സ്ക്രീനുകളും 120 റെസ്റ്റോറൻറ്റുകളും കഫേകളും ഇവിടെയുണ്ട്. 14,000-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട്. കുറേയധികം ഫോട്ടോസ് എടുക്കാനായി ഞങ്ങൾ സമയം കണ്ടെത്തി. ബുർജ് ഖലീഫയുടെ എൻട്രൻസിലാണ് ഞങ്ങളിപ്പോൾ. ലിഫ്റ്റ് കാത്തു നിൽക്കുന്ന ധാരാളം വിസിറ്റേഴ്സിനെ കാണാൻ കഴിഞ്ഞു. ബുർജ് ഖലീഫയിലേക്കുള്ള ടിക്കറ്റ്. ഐ ആം ബുർജ് ഖലീഫ എന്ന് അവസാനിക്കുന്ന ലിഖിതങ്ങൾ ഡിസ്പ്ലേ പാനലിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേരാൻ ആകാംക്ഷാഭരിതരായി ഞങ്ങളും നിലയുറപ്പിച്ചു. 125-ാമത്തെ നില വരെ ടൂറിസ്റ്റിന് പ്രവേശനമുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന് മുകളിലാണ് ഞങ്ങളിപ്പോൾ. മൊത്തം ഉയരം 829.8 മീറ്റർ അല്ലെങ്കിൽ 2722 അടി. UAE-യുടെ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ്റെ പേരിലാണ് ഈ കെട്ടിടം ബുർജ് ഖലീഫ എന്നറിയപ്പെടുന്നത്. 2004 ജനുവരി 12-ന് നിർമ്മാണം ആരംഭിച്ച ഈ കെട്ടിടം 2009 ഒക്ടോബർ 1-ന് പുറം ഭാഗം പൂർത്തിയാക്കുകയും 2010 ജനുവരി 4-ന് ഔദ്യോഗികമായി തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്തു. ബുർജ് ദുബായ് അല്ലെങ്കിൽ ദുബായ് ടവർ എന്നറിയപ്പെട്ടിരുന്ന കെട്ടിടമാണ് ബുർജ് ഖലീഫ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 30,000 വീടുകൾ, 9 ഹോട്ടലുകൾ, 3 ഹെക്ടർ പാർക്കിംഗ് ലാൻഡ്, 19 റെസിഡൻഷ്യൽ അമ്പരചുംബികൾ, ദുബായ് മോൾ, 12 ഹെക്ടറുള്ള കൃത്രിമ ബുർജ് ഖലീഫ തടാകം എന്നിവ ഉൾപ്പെടുന്ന ഒരു മിക്സഡ് ഉപയോഗ വികസനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ബുർജ് ഖലീഫ. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറേ ചിത്രങ്ങൾ പകർത്തുകയുണ്ടായി. അവയിൽ ചിലത് ഇവിടെ ചേർക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഞങ്ങൾ എടുത്തു. എണ്ണ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സേവന ടൂറിസം അടിസ്ഥാനമാക്കിയിട്ടുള്ള മറ്റൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമാണ് ബുർജ് ഖലീഫ. ദുബായ്ക്ക് കൂടുതൽ അന്താരാഷ്ട്ര അംഗീകാരവും അതുവഴി കൂടുതൽ നിക്ഷേപവും നേടുന്നതിന് ബുർജ് ഖലീഫ വളരെയധികം സഹായിച്ചു. സമാറയിലെ വലിയ പള്ളി പോലെയുള്ള പ്രദേശത്തെ ഇസ്ലാമിക വാസ്തുവിദ്യയിൽ നിന്നാണ് ഈ രൂപകൽപ്പന ഉരുത്തിരിഞ്ഞത്. മടങ്ങി വരും വഴി ഏവർക്കും കാണാവുന്ന തരത്തിൽ ഈ ലോകാത്ഭുതത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ എൻജിനീയേഴ്സിൻ്റെ ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ രാജം കൃഷ്ണമൂർത്തി, കെ ഉദയകുമാർ എന്നിങ്ങനെയുള്ള 2 ഇന്ത്യൻ പേരുകളും ശ്രദ്ധയിൽപ്പെട്ടു. ബുർജ് ഖലീഫ പ്രധാനമായും നിർമ്മിച്ചത് ദക്ഷിണേഷ്യയിൽ നിന്നും കിഴക്കൻ ഏഷ്യയിൽ നിന്നുമുള്ള തൊഴിലാളികളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിലായിരുന്നു നാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ താഴേക്കുള്ള എലിവേറ്ററിൽ സ്ഥലം പിടിച്ചു. 1 സെക്കൻഡിൽ 10 മീറ്റർ വേഗതയിൽ കുതിക്കുന്ന എലിവേറ്ററിലൂടെ താഴെ എത്തുമ്പോൾ വീണ്ടും നാം ദുബായ് മോളിൻ്റെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയായി. ദുബായിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ എമാർ പ്രോപ്പർട്ടീസിൻ്റെ മേൽനോട്ടത്തിലാണ് ദുബായ് മോളിൻ്റെ നിർമ്മാണം നടന്നത്. ധാരാളം ലോകോത്തര ബ്രാൻഡുകളുടെ ഷോറൂംസ് നമുക്കിവിടെ കാണാം. ഉടനെ തന്നെ ഫൗണ്ടൻ ഷോ നടക്കും എന്നറിഞ്ഞതിനാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു. 12 ഹെക്ടർ വിസ്തൃതിയുള്ള കൃത്രിമമായ ബുർജ് ഖലീഫ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നൃത്ത സംവിധാന ജലധാരയാണ് ദുബായ് ഫൗണ്ടൻ. ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ പ്രവർത്തിക്കുമ്പോൾ ക്ലാസിക്കൽ,
ട്രെൻഡിങ് ആയുള്ള അറബിക്, വേൾഡ് മ്യൂസിക് എന്നിങ്ങനെ നിരവധി വിഭാഗത്തിലുള്ള സംഗീതം നമുക്ക് കേൾക്കാം. ദുബായ് മോളിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ കാഴ്ചകളിലേക്ക്. ദുബായ് മാളിനുള്ളിൽ തന്നെയാണ് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിൻ്റെ പ്രവേശന കവാടം. എംആർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ പെഡിൽ തോർപ്പ് ആണ് രൂപകൽപ്പന ചെയ്തത്. തുരങ്കം പോലെയുള്ള ഇതിൻ്റെ പ്രധാന പ്രവേശന കവാടം സിംഗപ്പൂരിലെ അക്വേറിയത്തിനെ ഓർമ്മിപ്പിച്ചു. 11 മീറ്റർ ഉയരവും 20 മീറ്റർ വീതിയും 51 മീറ്റർ നീളവുമുള്ള ഈ അക്വേറിയം 10 ദശലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കൃത്രിമ ജല ആവാസ വ്യവസ്ഥയാണ്. നീന്തിപ്പോകുന്ന മത്സ്യത്തെ കണ്ടപ്പോഴുണ്ടായ ഒരു കുരുന്നിൻ്റെ സന്തോഷം എല്ലാവരിലും കൗതുകമുണർത്തി. അണ്ടർ വാട്ടർ സൂയിൽ ഓട്ടേഴ്സ്, പിരാന, ലയൺ ഫിഷ്, ജയൻറ്റ് സ്പൈഡർ ക്രാബ്സ്, സീ ഹോഴ്സ്, ഗാർഡൻ ഈൽസ്, ആർച്ചർ ഫിഷ്, പാഡിൽ ഫിഷ് എന്നിങ്ങനെ 40 വ്യത്യസ്ത ഇനങ്ങളിലുള്ള അതിശയിപ്പിക്കുന്ന ജലജീവികളെ കാണാം. അക്വേറിയം ടാങ്കിന് മുകളിലുള്ള 2ാം ലെവലിൽ സ്ഥിതി ചെയ്യുന്ന അണ്ടർ വാട്ടർ സൂ നമ്മെ 3 പാരിസ്ഥിതിക മേഖലകളിലൂടെ നയിക്കുന്നു. മഴക്കാടുകൾ, റോക്കി ഷോർ, ലിവിങ് ഓഷൻ. കുറച്ച് അക്വേറിയം കാഴ്ചകൾ ഇവിടെ ചേർക്കുന്നു. ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അക്വേറിയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മണലാരണ്യത്തിന് നടുവിലാണ് ഈ അക്വേറിയം പണിതിരിക്കുന്നത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. താല്പര്യമുള്ളവർക്ക് മത്സ്യങ്ങൾക്ക് തീറ്റയിട്ട് കൊടുക്കുകയും ചെയ്യാം. കുമിളകൾ പോലെ പൊങ്ങിക്കിടക്കുന്ന ജെല്ലി ഫിഷിൻ്റെ കൂട്ടം. പവിഴപ്പുറ്റുകളുടെ ഇടയിൽ വളരുന്ന മത്സ്യങ്ങളുടെ സുന്ദരമായ കാഴ്ച. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലകളിൽ ഒന്നായ കിങ് ക്രോക്കാണ് ഈ കാണുന്നത്. 5 മീറ്ററിൽ കൂടുതൽ നീളവും 750 കിലോഗ്രാമിലേറെ ഭാരവും ഈ മുതലയ്ക്കുണ്ട്. മുതലയുടെ മുട്ടകളാണ് ഈ സൂക്ഷിച്ചിരിക്കുന്നത്. ശരാശരി താപനില 41 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വരണ്ട ഭൂപ്രകൃതിയുടെ മധ്യത്തിൽ ഒരു വിദേശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള ദുബായ് സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഫലങ്ങളാണ് ഈ മഴക്കാടുകൾ. സ്ക്വിരൽസ്, മഡഗാസ്കറിൽ നിന്നുള്ള പാന്തർ കാമലോൺ, ബാറ്റ്സ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന സ്ലോത്ത്സ് എന്നിവയെയും കാണാൻ കഴിഞ്ഞു. ദുബായ് മോളിനുള്ളിലെ പേൾ ഡൈവേഴ്സിൻ്റെ രൂപങ്ങൾ കൊത്തിയിട്ടുള്ള വാട്ടർഫോൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഈ വാട്ടർഫോളിനോട് ചേർന്ന് തന്നെ ലക്ഷൂറിയസ് ടീ ബ്രാൻഡായ TWG ടീയുടെ ഒരു ഷോപ്പും കാണാം. ബുർജ് ഖലീഫയ്ക്ക് മുന്നിലെ ഞങ്ങളുടെ സാന്നിധ്യം
ക്യാമറയിൽ പകർത്തിക്കൊണ്ട് കുറേ ഓർമ്മ ചിത്രങ്ങൾ അവശേഷിപ്പിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലം തേടി യാത്രയായി. Next video, Global Village Dubai and Bab's Hindu Mandir, Abu Dhabi.